അലക്സ് ലവ്സ് ട്രാവലിൻ്റെ അയർലൻഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ നമ്മുടെ സതേൺ അയർലൻഡ് ഓഫ് റിപ്പബ്ലിക്കിൻ്റെ ഡബ്ലിൻ എന്ന സ്ഥലത്തുള്ള ഒരു വാർ മെമ്മോറിയൽ പാർക്കാണ്. ഐലാൻഡ് ബ്രിഡ്ജിലാണ് ഈ ഐറിഷ് നാഷണൽ വാർ മെമ്മോറിയൽ ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ അന്ന് UK പാർട്ടായിരുന്നു അയർലൻഡ്. 2,06,000 ഐറിഷ് മെൻ ബ്രിട്ടീഷ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വാറിൽ പങ്കെടുക്കുകയും അതിൽ 49,400 പേര് മരിക്കുകയും ചെയ്തു, വീരമൃത്യു പ്രാപിക്കുകയും ചെയ്തു. ആ വീരമൃത്യു പ്രാപിച്ച 49,400 പേരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഐറിഷ് നാഷണൽ വാർ മെമ്മോറിയൽ ഗാർഡൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കമ്മീഷൻ ചെയ്യുന്നത് സർ എഡ്വിൻ ലൂയിറ്റൻസ് എന്ന് പറയുന്ന സാഹിബാണ്. അത് സ്റ്റോൺ റിമംബറൻസിനോട് ചേർന്ന് അവരെ ഇങ്ങനെ എല്ലാ സ്റ്റോണിനകത്ത് ചെയ്ത് നല്ലൊരു മനോഹരമായിട്ടൊരു ഗാർഡനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഇത് ഒരു ചെറിയൊരു ഡോംഡ് ടെമ്പിളുണ്ട്. അതിനകത്ത് അവർ ഒരു വാർ സോണറ്റ് ആൻഡ് സേഫ്റ്റി ഇത് ചെയ്തിട്ടുണ്ട്. ബൈ റോബർട്ട് ബ്രൂക്ക് എന്ന് പറയുന്ന ആൾ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുള്ള സംഗതികളുണ്ട്. വി ഹാവ് ഫൗണ്ട് സേഫ്റ്റി വിത്ത് ഓൾ തിങ്സ് അൺഡൈയിങ്, ദ വിൻഡ്സ് ആൻഡ് മോർണിംഗ് ചിയർ ഓഫ് മെൻ ആൻഡ് മിർത്ത്, ദ ഡീപ് നൈറ്റ്, ദ ബേർഡ്സ് സിംഗിങ് ആൻഡ് ക്ലൗഡ്സ് ഫ്ലൈയിങ് ആൻഡ് സ്ലീപ്പ് ആൻഡ് ഫ്രീഡം ആൻഡ് അറ്റോമിനൽ എർത്ത്. അതായത് ഇത് കൺസ്ട്രക്ഷൻ നടത്തിയത് 50% ഫോർമർ വർക്കർ വേൾഡ് വാറിലെ ആളുകളും ബ്രിട്ടീഷ് ആർമിയോട് ചേർന്നാണെന്ന് പറയുന്നുണ്ട്. ഇത് ഡെഡിക്കേറ്റ് ചെയ്തത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഡെഡിക്കേറ്റ് ചെയ്ത് ഐറിഷ് ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇത് നോക്കിക്കണ്ട് നടത്തുന്നത്. അവിടെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഡോമും ഒക്കെ കാണാൻ പറ്റും. ഒരു ക്ഷേത്രം പോലെയൊക്കെ കാണാൻ പറ്റുമെന്ന് നേരത്തെ പറഞ്ഞു. കയാക്കിംഗ് സെൻ്ററുണ്ട്. കയാക്കിംഗ് പഠിപ്പിക്കുന്ന സെൻ്റർ അതിനടുത്തുണ്ട്. ഒരു ഐറിഷ് മാൻ ഇങ്ങനെ കയാക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് അതുപോലെ കുറച്ച് നല്ല അരയന്നോ നല്ല പ്രാവുകളും കുറച്ച് ജലജീവികളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഡക്കുകളൊക്കെ ഉണ്ട്. ഡോഗിനെ വാക്ക് ചെയ്യാനായിട്ടുള്ള വളരെ നല്ലൊരു വാക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്ക് വാക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹെൽത്തിനെല്ലാം ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഗവൺമെൻറ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഫ്രീ ആണ്, എൻട്രി ഫ്രീ ആണ്. എല്ലാ രീതിയിലും വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. നല്ല കുളിർമയുള്ള ഒരു സ്ഥലം. നിങ്ങൾ അയർലൻഡിൽ വരുന്നവർ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ്. കാരണം ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്താൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവിടെ നല്ലൊരു ഈ ഡോമിനടുത്തായിട്ട് വലിയൊരു പുൽത്തകിടികളൊക്കെ വളരെ വൃത്തിയായിട്ട് വെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. നല്ലൊരു റോസ് ഗാർഡൻ, അത് ആ ഗാർഡൻ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ വന്നിരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളും ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു പുൽത്തകിടിയാണുള്ളത്. അതുപോലെ അവിടെ ഒരു നല്ല റോസ് ഗാർഡൻ ഉണ്ട്. അത് പ്രത്യേകതയാണ്. റോസ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയായിട്ടാണത് ക്രമീകരിച്ചിരിക്കുന്നതും സംരക്ഷിക്കുന്നതും എല്ലാം. സൈക്ലിങ്ങിനുള്ള സ്ഥലമുണ്ട്. റോസ് ഗാർഡനിൽ വരുന്നുണ്ട്, നമുക്ക് കാണാം. നിങ്ങൾ ആ പാർക്ക് ഒന്ന് ആസ്വദിക്കേണ്ട ഒരു പാർക്ക് തന്നെയാണ്. നമ്മൾ വീരമൃത്യു പ്രാപിച്ച ഈ സൈനികരെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ആ ഒരു സന്തോഷം, നമ്മുടെ ഒരു എനർജി കിട്ടുന്നൊരു സ്ഥലവും കൂടാണ്. നല്ല റോസ് ഗാർഡനുണ്ട്. ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു കെട്ടിടങ്ങളെല്ലാം അവർ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നല്ലൊരു വാട്ടർ ഫൗണ്ടനുണ്ട്. അതുകൊണ്ടല്ലായിരുന്നു മനോഹരമായിട്ടുള്ളൊരു ആകാശം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെടികളെല്ലാം വെട്ടി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആൻഡ് ടൈഡിയാണ് എല്ലായിടത്തും. നിങ്ങൾക്കറിയാം, യൂറോപ്പിനൊരു പ്രത്യേകത ഭംഗിയുണ്ട്. യൂറോപ്പിൽ എല്ലാ സീസണിലും യൂറോപ്പിലൊരു ഭംഗിയുണ്ട്. ആ ഒരു ചെടികളെല്ലാം ഒരു ഭംഗിയായിട്ട് കറക്റ്റായിട്ട് വെട്ടി വൃത്തിയാക്കി എല്ലാ രീതിയിലും ഗാർഡനിങ് ചെയ്യുന്ന വളരെ ഭംഗിയായിട്ടാണ്. ഇത് പൂവൊക്കെ തീർന്നൊരു സമയത്താണ് ഞങ്ങൾ ചെന്നത്. ഇപ്പോൾ റോസൊക്കെ തീർന്ന് വരുന്നൊരു സമയമാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത്ര സമയം ഈ കുറച്ച് ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലം അവിടെയുണ്ട്. 1 മണിക്കൂർ ധാരാളമാണ്. 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു കുളിർമയെല്ലാം
കിട്ടും. വരുന്നവർക്കും ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കും ഡബ്ലിനിലുള്ളവർക്കും ഒക്കെ പോയി കാണുവാനായിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടും നല്ല ഒരു അവസരമാണ്, നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്. വീണ്ടും ആ സ്ഥലം ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാനത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ആ പുൽത്തടികളൊക്കെ നോക്കി എന്ത് മനോഹരമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. അടുത്തൊരു വീഡിയോ വരുന്നവിടം വരെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.